വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. വടക്കാഞ്ചേരി ഗ്രൗണ്ട് വികസനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 26 നടത്താനിരിക്കുന്ന സമരത്തെ തള്ളി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ. സമരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് ശക്തിപ്പെടുത്താനും സാന്നിധ്യം തെളിയിക്കാനുള്ളതാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ഗ്രൗണ്ട് വികസനവുമായി ബന്ധപ്പെട്ട് 90% പ്രവൃത്തികളും പൂർത്തീകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ തെറ്റായ വാർത്തകൾ നൽകുകയും വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സമീപനമാണ് UDF ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. നഗരസഭയുടെ ഒരു വികസന പ്രവർത്തനത്തിലും യോജിച്ച് പ്രവർത്തിക്കുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോര് വടക്കാഞ്ചേരി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് UDF സ്വീകരിക്കുന്നത്. വടക്കാഞ്ചേരി ഗ്രൗണ്ട് വികസനവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ പ്രവൃത്തി തടസ്സപ്പെടുത്തുകയും കോൺഗ്രസ് അനുഭാവികളെ ഉപയോഗിച്ച് ഹൈക്കോടതിയെ സമീപിച്ച് പ്രവൃത്തികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്തു. കായിക വകുപ്പിന്റെ 50 ലക്ഷവും വടക്കാഞ്ചേരി MLAയുടെ 50 ലക്ഷവും ഉൾപ്പെടെ 1 കോടി രൂപയുടെ പ്രവൃത്തിയാണ് വടക്കാഞ്ചേരി ഗ്രൗണ്ട് വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. 60 സെന്റിമീറ്റർ മണ്ണിട്ട് ഉയർത്തി 12 മാസവും കളിക്കളം കളിക്കാനായി ഉപയോഗിക്കാവുന്ന തരത്തിൽ മാറ്റിയെടുക്കുവാനാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രൗണ്ട് വികസനവുമായി ബന്ധപ്പെട്ട 90% പ്രവൃത്തികളും ഇതിനകം പൂർത്തിയായി. ഡ്രൈനേജിന്റെ പണിയും കഴിഞ്ഞു. ഗ്രൗണ്ടിൽ മണ്ണ് ഫില്ലിംഗ് ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 മാസം ശക്തമായ മഴ ഉള്ളതിനാൽ പ്രവൃത്തികൾ തടസ്സപ്പെട്ടിരുന്നു. ഇപ്പോൾ പണി നല്ല രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനാണ് സമരത്തിന്റെ പേരിൽ കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും PN സുരേന്ദ്രൻ വ്യക്തമാക്കി. ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങളിൽ നഗരസഭയുമായി യോജിച്ചു പോവാൻ UDFിൻ്റെ ജനപ്രതിനിധികൾ തയ്യാറാകാത്തൊരു സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. 5 വർഷക്കാലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞ് തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുക. ശ്രീ സേവ്യർ ചെല്ലപ്പള്ളി MLA ആയി വന്നതിന് ശേഷം നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ ഒട്ടനവധി വികസന സാധ്യതകൾ ഉണ്ടാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിയുകയാണ്. വടക്കാഞ്ചേരി നഗരസഭയിലെ സ്കൂളുകൾ, എല്ലാ സ്കൂളുകൾക്കും സ്വന്തമായി കെട്ടിടം പണിയാൻ കഴിയുകയാണ്. ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന പുതിരുത്തി സ്കൂളും വടക്കാഞ്ചേരി ബോയ്സ് LP സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വടക്കാഞ്ചേരിയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സർവേകളും മറ്റുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാരാത്തുകുന്ന് മേൽപ്പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ നടപടിക്രമങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റൽ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കായിക വകുപ്പിൻ്റെയും MLAയുടെയും ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം അവിടെ ആരംഭിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ അത് തടയുകയാണ്. തടഞ്ഞ് ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന നിലപാട് മുനിസിപ്പാലിറ്റി സ്വീകരിക്കുകയാണ്. ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർക്ക് സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ പ്രദേശത്തെ ആളുകൾ എന്ന് പറയുന്ന ചില കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ഒരു പ്രദേശത്ത് വികസന പ്രവർത്തനം നടക്കുമ്പോൾ ആ വികസന പ്രവർത്തനം നടന്നാൽ ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അഭിപ്രായമല്ല, പക്ഷേ പക്ഷപാതത്തിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ജനപ്രതിനിധികളൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് ആ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, അവിടുത്തെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ 60 സെൻറ്റിമീറ്റർ മണ്ണിട്ട് ഉയർത്തിലാണ്. അങ്ങനെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് 12 മാസവും ആ കളിക്കളമായി ഉപയോഗിക്കാൻ കഴിയാവുന്ന രീതിയിൽ സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. You are watching VCV News.